ശരാശരി മലയാളി വിദ്യാർത്ഥികളൊക്കെ പഠന കാലയളവിൽ തന്നെ ചെയ്തു തുടങ്ങുന്ന ഒരു തൊഴിലുണ്ട് നമ്മുടെ നാട്ടിൽ. പലർക്കും അറിയാം. ഒരിക്കലെങ്കിലും അവധി ദിവസങ്ങളിൽ നമ്മളിലൊക്കെ മിക്കവരും ഈ തൊഴിലാളിയായി മാറിയിട്ടും ഉണ്ടാവാം. കാണാം കാസർകോട്ടെ മിടുക്കന്മാരുടെ ആ ജോലിക്കാരി. നമ്മൾ ഇന്നുള്ളത് ഒരു കല്യാണ ഓഡിറ്റോറിയത്തിലാണ്. കല്യാണം കൂടാൻ വന്നതല്ല, പക്ഷേ മറ്റൊരു ഉദ്ദേശമായിട്ട് വന്നതാണ്. നമ്മൾ മലയാളികൾക്ക് പണിയെടുത്ത് പഠിക്കുന്നവരെന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ഒരു വിഭാഗമുണ്ട്. ഏറെ എല്ലാ നാട്ടിലും പല വിശേഷാവസരങ്ങളിൽ നമ്മളവരെ കാണാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ കഥകളും വിശേഷങ്ങളും അറിയാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിപാടി ഫംഗ്ഷൻ വരുന്നത് 1500 പരിപാടിയാണ് വരുന്നത്. മെയിൻ ഐറ്റംസ് ഒന്നും ഇല്ല. ബിരിയാണി, ബീഫ്, പിന്നെ കച്ചമ്പർ, അച്ചാർ, ആകെ ചെറിയ വിരലില്ലാത്ത ഐറ്റംസ് നമുക്ക് ഇന്നില്ലോ. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച പരിപാടിയാണ്. നല്ല സർവീസ്, നല്ല ചിരിച്ചും കാര്യങ്ങളും നല്ല സർവീസ് നമ്മൾ കൊടുക്കാൻ എപ്പോൾ ശ്രദ്ധിക്കണം. 2 വർഷത്തിലധികമായി ഈ സംഘം കാസർകോട്ടെ വിശേഷ ദിവസങ്ങളിൽ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയിട്ട്. 28 അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനം നടത്തുന്നവർ. ഞാൻ ശാലിങ്കാല എസ് എം കോളേജിൽ സെക്കൻഡ് ഇയറാണ് BA എക്കണോമിക്സ് പഠിക്കുന്നത്. അപ്പോൾ 1.5 വർഷമായി ഞാനിതിൽ വരുന്നത്. പഠിക്കേണ്ടതിനും മറ്റേ കാര്യങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്നുണ്ട്. ഈ പണി കിട്ടുന്നുണ്ട്. കേവലം ഒരു ആൾക്കൂട്ടമായി മാത്രമല്ല ഇവരുടെ പ്രവർത്തനം. ഡൈനിങ് ഹാളിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ കൂടി സഹായത്തോടെ. ഈ കാറ്ററിങ്ങിൽ വന്നിട്ട് നമുക്ക് ഇപ്പോൾ എൻ്റെ ഫീ അടക്കാൻ കഴിയുന്നത് എല്ലാത്തിനും നമുക്ക് കഴിയുന്നുണ്ട്. പോക്കറ്റ് മണി വീട്ടിൽ കൊടുക്കാൻ എല്ലാത്തിനും ഇപ്പോൾ പൈസ എല്ലാം കിട്ടുന്നുണ്ട്. വീട്ടുകാരെ പ്രയാസപ്പെടുത്താൻ നമ്മളാരും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നു. കാറ്ററിംഗ് ജോലികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇവരുടെ തൊഴിൽ മേഖല. ഇവന്റ് മാനേജ്മെന്റ് വർക്കും ഇവർ എടുക്കാറുണ്ട്. കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ല്. മാതൃഭൂമി, കാസർഗോഡ്.